ഹായ്. ഇന്നെന്താ പരിപാടി എന്നാ, ഈ അടീനിയത്തിലേ ഒരു 3-4 കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുവാണേ. ഇതൊരു 4 വെറൈറ്റി അടീനിയത്തിൻ്റെ ചെറിയ പീസ് ഞാൻ ഒരിടത്തുനിന്ന് കൊണ്ടുവന്നതാണേ. അത് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അതിൽ ഒരെണ്ണം ഏതാണ്ട് കേടുവന്ന അവസ്ഥയാണ്, പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കും, പിന്നെ എടുത്ത് പുറത്ത് വെച്ചിരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അയ്യായിരുന്നു ജലദോഷമൊക്കെ ആയിട്ടേ. അപ്പം ഇന്ന് എന്തായാലും ചെയ്യാം, അല്ലെങ്കിൽ ഇനി ഇത് കൊള്ളൂലാണ്ടായി പോവും. അപ്പം അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതങ്ങോട്ട് ചെത്തി, കുഴപ്പമൊന്നുമില്ല, കേടായിട്ടില്ല. കേടായിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് നിറം വരും, പീസ് കുഴപ്പമില്ല. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ കൊമ്പ് നമുക്ക് മുറിച്ച് ഇടാം. ഇത് ഞാൻ ഇത്രയും മുറിച്ച് മാറ്റുക. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ മുറിക്കാം, ഇവിടം വരെ മുറിക്കാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മുറിക്കും, ഇങ്ങനെ മുറിക്കും. എന്നിട്ട് ഈ നമ്മൾ ഏതാണോ ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനത്തിന് നമുക്ക് ഇലയൊക്കെ കുറച്ച് കളയാം. ഇത്രയും മതിയേ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, സക്സസ് ആവുമോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ ചെത്തിക്കളയാം. എന്നിട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്, എനിക്കിത് സക്സസ് ആവുമെന്നൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ല, എങ്കിലും ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഒന്നും ഇല്ലേ. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് കവറ് മുറിച്ചിട്ട് അതുകൊണ്ടാണ് കെട്ടുന്നത്. അടുത്തത് നമുക്ക് ഈ കൊമ്പ് മുറിച്ച് മാറ്റിയിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇത് ഈ അടിഭാഗം ചീത്തയായിട്ടുണ്ട്, കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമില്ലേ. കുറച്ച് ഭാഗം ഇങ്ങനെ നെടുകനെ താഴോട്ട് മുറിച്ചു കൊടുത്താൽ മതി. അടി ഭാഗം തിക്നെസ് ഉണ്ട്, അതൊന്നുകൂടെ ചെത്തിക്കളയാം. ഇത് നമ്മൾ അധികം ഇതില്ലാതെ ചെയ്യുന്ന കാരണേ, വലുതായിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത കാരണം ഏറ്റവും താഴ്ഭാഗം ഏറ്റവും തിന്നായിരിക്കണം. ഓരോ പുതിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നത്. നമുക്കത് ചെത്തിക്കൊടുക്കാം. ഈ കൊമ്പ് എന്തായാലും നമുക്ക് വേണ്ട, അപ്പം ഇത് മുറിച്ച് മാറ്റാതെ ഇപ്പോൾ ഇവിടെ ഒരു തടസ്സമാണ്. ഇനി നമ്മളടുത്ത് 2 കൊമ്പും കൂടെയാണ് ഉള്ളത്, അതും ഇതിനകത്ത് സെറ്റ് ചെയ്യാം. എവിടെ സെറ്റ് ചെയ്യുന്നു കേട്ടോ, ഒരെണ്ണം ഇതിൽ തന്നെ കൊടുക്കാം. ഇത് കുറച്ചുകൂടെ കെട്ടാവുന്ന പാകത്തിന് ഇത് നമുക്ക് ഇവിടുന്ന് മുറിക്കാം.
പല കളർ അടീനിയത്തിൻ്റെയാ. പിങ്ക് അല്ലല്ലോ ഇത്, യെല്ലോയും ഓറഞ്ചും അങ്ങനെയൊക്കെ വരുന്ന അടീനിയത്തിൻ്റെയാ. പിടിച്ചാൽ നല്ലതാ. ഈ പ്ലാന്റ് നമ്മുടെ ഇതിന്റെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത സമയത്തെ അതിന്റെ ഒരു പീസ് വെച്ചിട്ട് മുളച്ചതാ. ഞാൻ ഒരുപാട് സ്റ്റെം കട്ടിങ്സ് വെച്ച് നോക്കിയിട്ടുണ്ട് അടീനിയത്തിന്റെ. എൻ്റെ ലൈഫിൽ ആകെ ഒരു അടീനിയം സ്റ്റെം കട്ടിങ്ങേ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. ആ അടീനിയം സ്റ്റെം കട്ടിങ് ആണ് ഇത്. ഇതിൽ പൂ പിടിക്കാറേ ഇല്ല. അപ്പം ഞാൻ ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹൈബ്രിഡ് അടീനിയത്തിന്റെ ഒരു 4 കളറിന്റെ പീസ് അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ആദ്യത്തെ ഗ്രാഫ്റ്റിംഗ് പരീക്ഷണമാണ് എൻ്റെ. പിടിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് പിടിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഇടാം. അപ്പം ഇത് പിടിച്ച് കിട്ടണേന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടിയാൽ മതിയായിരുന്നു. ഇത് പിടിച്ച് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോ ഇടും. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.